ഹായ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നിങ്ങൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡന്റ് ആയ ശ്രീലക്ഷ്മിയാണ്. അപ്പൊ ശ്രീലക്ഷ്മി കണ്ണൂർ സ്വദേശിയാണ്. നമ്മുടെ ഇവിടുത്തെ വീര ബാച്ചിൽ പഠിച്ച മോളാണ്. അപ്പൊ നമുക്ക് ശ്രീലക്ഷ്മിയോട് തന്നെ ചോദിക്കാം, എങ്ങനെയായിരുന്നു വീര ബാച്ചിലെ പഠനവും മറ്റ് എക്സ്പീരിയൻസും ഒന്ന് ആദ്യം ഷെയർ ചെയ്യാം. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടൈമിന് റിപ്പീറ്റ് ചെയ്യാൻ വന്നത്. അപ്പം തുടക്കത്തില് 12th കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ വിചാരിച്ചു തുടക്കത്തിൽ ഇങ്ങനെ ഭയങ്കര റഷായി പോകും അങ്ങനെ. പക്ഷെ വളരെ ബേസിൽ നിന്ന് തന്നെ തുടങ്ങി. നമുക്ക് എന്തിപ്പം ചില ടോപ്പിക്ക് നമുക്ക് ഒന്നും ഒരു ഐഡിയ ഇല്ലാത്തതാണെങ്കിൽ അത് എപ്പോ വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യാം. എപ്പോ അങ്ങനെ എത്ര ബേസ് ലെവലിൽ വേണമെങ്കിലും ഡൗട്ട് ഒക്കെ പറഞ്ഞു തരും. അങ്ങനെ അത്രയും ക്ലിയർ. പിന്നെ അടുത്ത ബുക്കും നമുക്ക് അങ്ങനെ വേറെ റെഫർ ചെയ്യേണ്ട ആവശ്യമൊന്നും. എല്ലാ ബേസിക് കോൺസെപ്റ്റും ഫോമുലും ഒക്കെ എന്നും നിങ്ങൾ എല്ലാരും ചോദിക്കുന്ന ഡൗട്ടാണ്, മിസ് ഇനി എന്ത് റെഫറൻസ് ബുക്കാണ് വേണ്ടത്? അപ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പറയുന്നവർ ആസച്ച് പറയുന്നുണ്ട്, അവർ യൂസ് ചെയ്തത് സൈലത്തിന്റെ മെറ്റീരിയൽ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ വേറെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ആൻഡ് ദാറ്റ് ടു +2 കഴിഞ്ഞ് ആദ്യം എഴുതാൻ പോകുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ. കാരണം റീ റിപ്പീറ്റേഴ്സിനെ കാണുമ്പോൾ നിങ്ങൾക്കൊരു ടെൻഷനാ, ഞങ്ങൾ ഈ ഫസ്റ്റ് ടൈം എഴുതാൻ പോവല്ലേ, ക്രാക്ക് ചെയ്യുമോന്ന്. ആൻഡ് ക്രാക്ക് ചെയ്ത് ഏറ്റവും മികച്ച റാങ്ക് കിട്ടിയാലാണല്ലോ നമ്മൾ കോഴിക്കോട് എത്തുന്നല്ലേ. അപ്പോ ഈ സമയം ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു നീറ്റ് പ്രിപ്പറേഷൻ ടൈമാണ്. കാരണം നീറ്റ് ഇനിയിപ്പോ മെയില് വരും. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ജാനുവരിയിലാണ്. അപ്പം ജാനിൽ നിന്നുകൊണ്ട് നമ്മൾ മെയിൻ അപ്രോച്ച് ചെയ്യാൻ നേരത്ത് യു ഹാവ് 3 months, ജാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. സോ ന്യൂ ഇയർ ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട്. അപ്പൊ മോക്ക് ഈ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ടൈമില് കുട്ടികളോട് പറയാനുള്ള ഒരു സ്റ്റഡി പ്ലാൻ പറഞ്ഞു കൊടുക്കാവോ? ലാസ്റ്റില് എക്സാം സ്കിപ്പ് ചെയ്തത് അത് പ്രശ്നതയാണ്. അത് ഞങ്ങൾക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എന്നോട് അവിടെ ടീച്ചേഴ്സ് മെന്റേഴ്സ് ഒക്കെ പറഞ്ഞാൽ എക്സാം സ്കിപ്പ് ചെയ്തത്. നമുക്കൊന്നും അഥവാ ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എക്സാം എഴുതി നോക്കുക. ആ സമയത്ത് നമുക്ക് കിട്ടാത്ത പ്രശ്നമൊക്കെ ഉണ്ടാവും. ഞാൻ ചെയ്തു വെച്ചാൽ എനിക്ക് ആ സമയത്ത് കിട്ടാനൊക്കെ ഞാൻ സെപ്പറേറ്റ് എഴുതി വെക്കും. അത് ആ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് വീണ്ടും എല്ലാം പഠിക്കും എന്ന് പറഞ്ഞാല് എല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം മുതലേ മോഡ്യൂൾ എക്സാംസിന് ഒരിക്കലും അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. അതൊരു റിയാലിറ്റി ആണ്. സോ ദ തിങ് ഇസ്, നമ്മള് പറ്റുന്ന അത്രയും പഠിക്കുക, കവർ ചെയ്യുക, എക്സാം എഴുതുക, തെറ്റുന്ന ക്വസ്റ്റ്യനെ ഒന്നും കൂടി എറർ ബുക്കിലേക്ക് മാറ്റി വെക്കുക. അങ്ങനെ തന്നെയാണ് പോയത്. അപ്പൊ ഒറ്റ എക്സാം സ്കിപ്പ് ചെയ്തിട്ടില്ല, മാക്സിമം എല്ലാം എഴുതിയിട്ടുണ്ട്. ആൻഡ് എന്തെങ്കിലും പ്രത്യേക ഒരു സ്റ്റഡി സ്കെഡ്യൂളോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ മോക്ക്? എന്തെങ്കിലും ഡിഫിക്കൽട്ടുള്ള സാധനം രാവിലെ നോക്കും. അപ്പം അത് കുറച്ചുകൂടെ നല്ലതായിരുന്നു. മോർണിംഗ് പേഴ്സൺസ് ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കാര്യം രാവിലെ നോക്കുന്നതാണ്. ആൻഡ് ഈ പഠിക്കുന്ന സമയത്ത് ഉറക്കമില്ലാതെ പഠിക്കുക, അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടായിരുന്നോ? ഹെൽത്തിനെ കോംപ്രമൈസ് ചെയ്ത് പഠിക്കുക? ഹെൽത്തിനെ ലാസ്റ്റ് കുറച്ച് LMRP ഒക്കെ സമയത്ത് കുറച്ച് നാളിങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാ സമയത്തും അങ്ങനെ അധികം ആക്കിയിട്ടില്ല. തീരെ ഉറങ്ങാതിരുന്നിട്ടൊന്നും കാര്യമില്ല അല്ലെ. അങ്ങനെ ആകുമ്പോഴേക്കും നമ്മൾ കുറച്ചുകൂടെ സ്ട്രെസ്ഡ് ആവുകയുള്ളൂ. എക്സാം എത്തുമ്പോഴേക്കും അപ്രോച്ച് എത്തുമ്പോൾ ഒരു ടെൻഷൻ ആവുകയുള്ളൂ. ആൻഡ് എനി പെർട്ടിക്കുലർ ടിപ്പ് എക്സാം എഴുതുന്നവർക്ക് ഏറ്റവും ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കാവോ? ഈസി ആയിട്ട് മോള് അപ്ലൈ ചെയ്ത എന്തെങ്കിലും ഒരു ടിപ്പ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റില്? എനിക്ക് ഇപ്പം ഫിസിക്സിലൊക്കെ ആണെങ്കിൽ അഥവാ ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിലും വായിച്ചിട്ട് ഇങ്ങനെ കറക്റ്റ് ഓർമ്മയില്ലെങ്കിലും എങ്ങനെ വായിച്ച് അതിനെ എത്തിക്കാൻ പറ്റും അങ്ങനെ നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് ആക്ച്വലി പ്രാക്ടീസ് ചെയ്തിട്ട് കിട്ടുന്നതാണ്. പിന്നെ ബയോ ഒക്കെ ആണെങ്കിലും ടെക്സ്റ്റ് വായിക്കുന്നുണ്ട്. സോ എവറി ടൈം യു ട്രൈ ഇറ്റ്, ദെൻ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, ദെൻ ഡു ഇറ്റ്. അത് നമുക്ക് കാര്യം കിട്ടിയത് വെച്ചാൽ ഇപ്പം ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആ സമയത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ അതിൽ കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്യാണ്ട് ബാക്കി അതിന്റെ അപ്പുറത്ത് കുറെ അറിയുന്നൊക്കെ ഉണ്ടാവും. ലാസ്റ്റിലോട്ട് വരുമ്പോൾ എനിക്ക് അത് കുറെ പോണ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റിലോട്ട് പിന്നെ അത് വരുന്ന സമയത്ത് കുറെ വായിച്ചു നോക്കുമ്പോ ഇതാണ് എന്തുള്ളത് കിട്ടും. ചിലപ്പോ നമുക്ക് കിട്ടാതിരിക്കില്ല. അതെപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ടൈം സേവിങ് സ്ട്രാറ്റജിയാണ് മോള് പറഞ്ഞു തന്നെ. കാരണം നമ്മളൊരു ക്വസ്റ്റ്യൻ പോവാൻ നേരത്തെ ഈസി എല്ലാം ചെയ്ത് പോവാം. മീഡിയം ടൈപ്പ് നമ്മളൊന്ന് ജസ്റ്റ് വായിച്ചു പോവുക. ഇഫ് ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട്, ലീവ് ഇറ്റ് ഓവർ ദെയർ. തിരിച്ചു വന്നിട്ട് അത് അപ്രോച്ച് ചെയ്യുക. അതാവുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് നമുക്ക് അറിയാവുന്ന എല്ലാം കവർ ചെയ്യാൻ പറ്റും. നമ്മുടെ സൈലം ഫാക്കൽറ്റീസ് എത്രമാത്രം നമുക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു ഫോർ യുവർ സ്റ്റഡി ജേർണി? നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു അവര്. ഇതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ലെവലിൽ ഡൗട്ട് ആണെങ്കിലും നമുക്ക് അവിടെ പോയി അപ്രോച്ച് ചെയ്യാം. അവരിങ്ങനെ നമ്മളിങ്ങനെ ഇതുപോലും അറിയില്ല അങ്ങനെ ഒരു പേടി നമുക്ക് തോന്നില്ല. ദി എക്സ്പീരിയൻസ് വാസ് സോ ഗുഡ് അല്ലേ? ആൻഡ് ടെൻഷൻ വരുമ്പോ ആര് അപ്രോച്ച് ചെയ്യും? ടെൻഷൻ വരുമ്പോ മെന്റേഴ്സിനൊക്കെ പോവാം. അവര് നല്ല ഹെൽപ്ഫുൾ ആണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ
ഇപ്പൊ നമുക്ക് അഥവാ തീരെ സ്ട്രെസ് ആവണം ഒന്ന് വീട്ടിൽ പോയി വരണം അല്ലെങ്കിൽ ഒന്ന് വിൽക്കണം, അങ്ങനെ നമുക്ക് അവിടെ ചോദിക്കാൻ ഒരു പേടി ഉണ്ടാവില്ല. അവർക്ക് ഒട്ടും പറ്റില്ല ഒന്ന് പോയി വാ അങ്ങനെ പറയും. അല്ലെ തന്നെ അല്ലെങ്കിൽ മെന്റൽ അത്രയും സപ്പോർട്ടാണ്. നമ്മൾ ഇടക്കിടക്ക് വന്നിട്ട് മാർക്ക് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അത് ചോദിക്കുക, അതിനുള്ള സപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണ് അതിനും കുറെ ഹെൽപ്പ് ചെയ്യുക. ഞാൻ നല്ല സപ്പോർട്ട് ആയിരുന്നു മെന്റേഴ്സ്. സോ ഫ്രം ബേസ് ടു ദി ടോപ്പ് നമുക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന, അതുപോലെ തന്നെ വെനെവർ യു ഡ്രോപ്ഡ് ഔട്ട് അതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ആയിരുന്നു നമ്മുടെ ഹൈബ്രിഡിൽ നിന്നാണ് ശ്രീലക്ഷ്മി പറയുന്നത്. അപ്പോ ശ്രീലക്ഷ്മി അടിപൊളി ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒരു ഓൾ ദ ബെസ്റ്റ് പറഞ്ഞാലോ? എക്സാം അല്ലേ? All the best. ഓൾ ദ ബെസ്റ്റ്.